ക്രാഫ്റ്റ് ചെയ്ത് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. എല്ലാം നോക്കി ഒരുമിച്ച് നോക്കുന്നേ. വിദേശികളടക്കം ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ ഈ പ്രോഗ്രാമിനായിട്ട് വരുന്നത്. സാധാരണ ഉറുമ്പിനേക്കാളും ഡേഞ്ചർ അല്ലേ? കടുവ ടൈഗർ നിന്നിട്ട് മാർക്ക് ചെയ്യുന്നതാണ്, ടെറിട്ടറി മാർക്ക് ചെയ്യുന്നതാണ്. എന്നേക്കാളും ഹൈറ്റ് ഉണ്ട്. വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള 3 അടിപൊളി ട്രെക്കിംഗ് പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിരവധി പ്രോഗ്രാമുകളുണ്ടെങ്കിലും 3 വ്യത്യസ്തമായ അടിപൊളി പ്രോഗ്രാമുകളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ടൈഗർ ട്രെയിലാണ്, 1 നൈറ്റ് ടൈഗർ ട്രെയിൽ. സെക്കൻഡ് വന്നിട്ട് ഗ്രീൻ വാക്ക്, ഒരു ഷോർട്ട് ട്രെക്കിംഗ് ആണ്. പിന്നെ തേർഡ് വന്നത് നൈറ്റിലുള്ള ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ, അതും ചന്ദനക്കാടുകളുടെ ഇടയിലൂടെയുള്ള. അപ്പം വീഡിയോയിലോട്ട് ഒന്നുകൂടെ എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ടൈഗർ ട്രെയിലിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം കേട്ടോ. ടൈഗർ ട്രെയിൽ എന്ന് പറഞ്ഞാൽ ഈ ട്രെക്കിംഗ് പ്രോഗ്രാം ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഒരു ട്രെക്കിംഗ് പ്രോഗ്രാമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ടൈഗർ ട്രെയിൽ മെയിനായിട്ട് 1 നൈറ്റും 2 നൈറ്റുമാണ് ഉള്ളത്. 6 പേർക്കാണ് ഇതിൽ പോകാനായിട്ട് പറ്റുന്നത്. പെരിയാർ ടൈഗർ റിസർവ്.org എന്ന സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് മുൻകൂട്ടി. ടൈഗർ ട്രെയിൽ ഈ പ്രോഗ്രാമിന് പോകാനായിട്ട് തേക്കടി ബോട്ടിങ്ങിനൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ നിർത്തുന്ന ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ബസ് പോകുന്നുണ്ടാകും. ആ ബസ്സിൽ നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ചെക്ക് പോസ്റ്റിൽ അവർ ഇറക്കി തരും. അവിടെ ചെക്ക് പോസ്റ്റിൽ എൻട്രിയും മറ്റും ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് പിന്നെ ഒരു 3 കിലോമീറ്ററോളം ബോട്ട് ലാൻഡിങ്ങിന് അങ്ങോട്ട് ട്രെക്ക് ചെയ്ത് പോകാനുണ്ട്. മെയിനായിട്ട് നമുക്ക് ഈ പെരിയാർ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള ഈ ട്രെക്കിംഗ് പ്രോഗ്രാമുകളൊക്കെ പോകുമ്പോൾ ആനിമൽ സൈറ്റിനേക്കാൾ ഉപരി ആ കാടിൻ്റെ ആ ഒരു ആംബിയൻസ് ആണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വല്ല ആനിമൽസ് കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ ബോണസ് ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ. ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ട്രെക്കിങ്. അതോ ഇതൊരു എന്തോ ഒരു ഇതുമായിട്ട് കുത്തുണ്ടായിച്ചത്ത ആനകൾ തമ്മില്ല. ആനയുടെ ബാക്കിയുള്ള വിശിഷ്ടങ്ങൾ ഇത് കുറേ വർഷമായിട്ടുണ്ടാവില്ലേ? ഇത്രയും ഹൈറ്റോ? ഇത്ര ഹൈറ്റ് അവന് എഴുന്നേറ്റ് ഇങ്ങനെ ഇത്ര ഹൈറ്റ് ഉണ്ടല്ലേ? അതായത് 1 അടി പൊക്കം കൂടെ എൻ്റെ ഹൈറ്റ്. നമ്മൾ ഏകദേശം നമ്മുടെ ക്യാമ്പിനടുത്തെത്തിയേ. ക്രാഫ്റ്റ് ചെയ്ത് ക്യാമ്പിന് അങ്ങോട്ട് പോകും. ആ കാണുന്നതാണ് ക്യാമ്പ്. നാല് സൈഡും ട്രെഞ്ചും ഒക്കെ ആയിട്ട് അതിൻ്റെ നടുക്കായിട്ട് അടിപൊളി ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള സ്റ്റേ. ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് രസമായിരിക്കുന്നു. ചുറ്റും കാടും അതിൻ്റെ ആംബിയൻസും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഈ ടൈഗർ ട്രെയിൽ. അതുകൊണ്ട് ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവരും കാടിനെ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ വൈൽഡ് ആനിമൽസിനെ ഇഷ്ടപ്പെടുന്നവർ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പെരിയാർ ടൈഗർ റിസർവിലെ ടൈഗർ ട്രെയിൽ എന്നുള്ള പ്രോഗ്രാം. അത് ടൈഗർ ട്രെയിൽ 1 നൈറ്റും 2 നൈറ്റും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ടൈഗർ ട്രെയിൽ 2 നൈറ്റ് പോകുന്നതായിരിക്കും ടൈഗർ ട്രെയിൽ 1നേക്കാൾ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നോർമലി അധിക സമയമൊന്നും നമുക്ക് സൈറ്റിങ് തരാത്തൊരു അനിമലാണ് ഈ സാമ്പാടിയർ. അത് നമ്മളെ കണ്ടു എന്ന് തോന്നിയപ്പോഴത്തേന് ഇതാ ഓടി കാടിനുള്ളിലോട്ട് കയറി. ഒരു കൂട്ടം തന്നെയാണ് കേട്ടോ അത്. എല്ലാവരും അലർട്ടായി കേട്ടോ. നോക്കി ഒരുമിച്ച് എല്ലാം നോക്കുക, ഓടുന്നു. ട്രെയിൽ പ്രോഗ്രാമിന് കിട്ടുന്ന ഭക്ഷണം ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, കാടിൻ്റെ നടുവിൽ ലൈവായിട്ട് നല്ല നാടൻ ഫുഡാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ടൈഗർ ട്രെയിൽ ട്രെക്കിങ്ങിൽ കൂടെ ഉണ്ടാകുന്നത് 5 ഗൈഡുമാരാണ്. 5 പേരെന്ന് പറഞ്ഞത് കാടിൻ്റെ ഓരോ ചലനങ്ങളും അറിയുന്നവരാണ്. പണ്ട് കാട്ടിലെ വേട്ടക്കാരായിരുന്ന ഇവർ പെരിയാർ ടൈഗർ റിസർവിൻ്റെ സംരക്ഷണ സേനയുടെ ഭാഗമാണിപ്പോൾ. ടൈഗർ ട്രെയിൽ പ്രോഗ്രാമിൽ 6 പേർക്കാണ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ കൂടെ 5 ഗൈഡും ഒരു ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥനുമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവരുടെ എക്സ്പീരിയൻസ്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കഥകളൊക്കെ ആയിട്ട് അവർ പറഞ്ഞു തരുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. കാട്ടിലെ സസ്യജാലങ്ങളുടെയും മൃഗങ്ങളുടെയും മൂവ്മെൻറ്റ്സും മറ്റും പറഞ്ഞു തരുമ്പോൾ കാടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ഉച്ചയോടുകൂടി ട്രെക്കിംഗ് ചെയ്ത് ക്യാമ്പ് ഷെഡിലെത്തും. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് 3 മണിക്ക് വീണ്ടും ട്രെക്കിംഗ്. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ട്രെക്കിംഗ് ഏകദേശം 5:30-6 മണിക്കൂറോടെ തിരിച്ച് ക്യാമ്പ് ഷെഡിലെത്തി ഫ്രഷായി റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അന്ന് രാത്രി കിടന്നുറങ്ങി രാത്രിയിലുള്ള ടെൻറ്റ് സ്റ്റേ എന്ന് പറയുന്നത് വേറിട്ടൊരു അനുഭവം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, കൊടും കാടാണ്, 4 സൈഡിലും ട്രെഞ്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ.
ആനകളും മറ്റും മിക്കവാറും വരുന്നതാണ് ഈ ട്രെഞ്ചിൻ്റെ ഈ സൈഡിലൊക്കെ. ട്രെഞ്ച് ഉള്ളതുകൊണ്ട് ഉള്ളിൽ കിടക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ രാത്രിയിൽ ടെൻറ്റിൽ കിടന്നുറങ്ങി രാവിലെ 7 മണിക്ക് വീണ്ടും ട്രെക്കിംഗ് ആണ്. അതിനുശേഷം 3 മണിക്കൂർ നീണ്ട ട്രെക്കിങ്ങിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പുറപ്പെടും. ടൈഗർ ട്രെയിൽ 1 നൈറ്റിന് പെർ അഡൽറ്റിന് ചാർജ് വരുന്നത് 7500 സംതിങ് ആണ്. 2 നൈറ്റ്സ് ആണെങ്കിൽ 10,000 സംതിങ്ങും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദിവസമുണ്ടെങ്കിൽ 2 നൈറ്റ്സ് തന്നെ വന്ന് കാടിൻ്റെ ആ ഭംഗി ആസ്വദിച്ച് പോകുക എന്ന് ഞാൻ പറയുള്ളൂ. രണ്ടാമത് സെലക്ട് ചെയ്ത പ്രോഗ്രാം ഗ്രീൻ വാക്ക് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ട്രെക്കിംഗ് പ്രോഗ്രാമാണ്. 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ട്രെക്കിങ്ങിൽ വിവിധ തരത്തിലുള്ള പക്ഷികളെയും ചിത്രശലഭങ്ങളെയും വന്യജീവികളെയും അതുപോലെ തന്നെ ചന്ദന മരങ്ങളും ഒക്കെ കാണാനായിട്ട് പറ്റും. തേക്കടിയിൽ ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ട്രെക്കിങ്ങിൽ നമ്മുടെ കൂടെ ഒരു ട്രൈബൽ ഗൈഡ് ഉണ്ടാവും കൂടെ. പരമാവധി 6 പേർക്കാണ് പോകാനായിട്ട് പറ്റുന്നത്. ഒരു ഷോർട്ട് ട്രെക്കിംഗ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ കാടിനെക്കുറിച്ച് കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടും വന്യമൃഗങ്ങളെയൊക്കെ കാണാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ ഗ്രീൻ വാക്ക്. കൂടെ വരുന്ന ഗൈഡ് കാടിനെക്കുറിച്ച് നല്ലപോലെ അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. ആള് അലർട്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് കേട്ടതാണ് കേട്ടോ അലാം കോൾ. ആനിമൽസ് സിഗ്നൽ കൊടുക്കുന്നതാണ് എന്തെങ്കിലും ആപത്തുകൾ വരുമ്പോൾ. എന്താ സൗണ്ട് അല്ലേ. ഗ്രീൻ വാക്കിൽ മിക്കവാറും തന്നെ ഇന്ത്യൻ വൈൽഡ് ഗോറ്, അതുപോലെ എലഫൻസ്, സാമ്പാർ ഡീർ ഇതൊക്കെ കോമൺ ആയിട്ട് സൈറ്റിംഗ് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രെക്കിംഗ് ചൂസ് ചെയ്താൽ നമ്മളൊരിക്കലും നിരാശപ്പെടുത്തില്ല. പിന്നെ വേറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽ സൈറ്റിംഗ് എന്ന് പറഞ്ഞത് ലെക്കാണ്. എന്നിരുന്നാലും ഈ ട്രെക്കിങ്ങിൽ കാടിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒരു ആംബിയൻസ് തന്നെയാണ്. കാടിൻ്റെ ആ പച്ചപ്പും ആനിമൽസ് പ്രസൻസും അതുപോലെ പലതരത്തിലുള്ള കാട്ടിലെ പൂക്കളും പിന്നെ നീരുറവുകളും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി തന്നെ. കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ കണ്ടോ. മലബാർ പിറ്റ് വൈപ്പറാണ്, നല്ല ഉഗ്രൻ വിഷമുള്ള പാമ്പ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വേണം ട്രെക്കിംഗ് ചെയ്യുമ്പോൾ പോകാനായിട്ട്. ഗ്രീൻ വാക്കിലെ ഈ ട്രെക്കിങ്ങിൽ ഒരുപാട് ചന്ദനമരങ്ങൾ കാണാനായിട്ട് പറ്റും. ഈ സത്യം പറഞ്ഞാൽ ഈ ചന്ദനമരങ്ങളുടെയും കാടിൻ്റെയും ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളെയും ഈ ട്രെക്കിങ്ങിൻ്റെ ഭാഗമാക്കിയത്. എന്താണേലും ഒരു അടിപൊളി ട്രെക്കിംഗ് പ്രോഗ്രാം തന്നെയാണ് ഈ ഗ്രീൻ വാക്ക്. മൂന്നാമതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്രെക്കിംഗ് പ്രോഗ്രാമാണ് കേട്ടോ ജംഗിൾ സ്കൗട്ട്. ഇത് ഒരു നൈറ്റ് ട്രെക്കിംഗ് പ്രോഗ്രാമാണ്. ഇതും ഗ്രീൻ വാക്ക് പോലെ തന്നെ ഒരു ഷോർട്ട് ട്രെക്കിംഗ് പ്രോഗ്രാമാണ് കേട്ടോ. പ്രധാനമായിട്ട് നൈറ്റിൽ 3 ടൈമുകളായിട്ടാണ് ഈ ട്രെക്കിംഗ് പ്രോഗ്രാം ഉള്ളത്. ജംഗിൾ സ്കൗട്ടിൻ്റെ ഈ ട്രെക്കിംഗ് പ്രോഗ്രാമുകൾ 2 സ്ഥലത്തു നിന്നാണ് ആരംഭിക്കുന്നത്. ഒന്ന് ബോട്ട് ലാൻഡിങ്ങിലോട്ട് പോകുന്ന ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ അടുത്ത് നിന്നും 2 ചെക്ക് പോസ്റ്റിന് അവിടെ നിന്നുമാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പെർ ഹെഡ് നമ്മുടെ ചാർജ് വരുമെന്ന് പറഞ്ഞാൽ 1500 രൂപയാണ്. ഈ ട്രെക്കിംഗ് പ്രോഗ്രാമുകളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കാടിനെ കൂടുതൽ അറിയാനും അതുപോലെ തന്നെ കാടിൻ്റെ സംരക്ഷണത്തിനുമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ജംഗിൾ സ്കൗട്ടിലെ ഈ ട്രെക്കിങ് നമുക്ക് ഒരുപാട് ഡീപ്പ് ഫോറസ്റ്റ് ട്രെക്കിംഗ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം കാടിനുള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ ട്രെക്കിംഗ് ചെയ്യുന്നത്. ഈ ട്രെക്കിങ്ങിൽ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സൈറ്റിങ് വൈൽഡ് ഗോറും മ്ലാവുകളും കോമൺ ആയിട്ട് എന്താണെങ്കിലും കിട്ടുമെന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സൈറ്റിങ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. വേറൊന്നുമല്ല, ഇത് നമുക്ക് മനുഷ്യ സാന്നിധ്യം അല്ലെങ്കിൽ വാച്ചർമാരുടെ ചെക്ക് പോസ്റ്റുകളും അതിൻ്റെ ആ ഒരു അടുത്ത പരിസരങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ ട്രെക്കിംഗ് പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈൽഡ് ഡോഗ്സിനെയും പുലിയെയും കടുവയൊക്കെ പേടിച്ച് ഈ മനുഷ്യ സാന്നിധ്യമുള്ള സ്ഥലത്തോട്ട് രാത്രിയാകുമ്പോൾ മ്ലാവുകളും ഈ വൈൽഡ് ഗോറും ഒക്കെ വന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വരും. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നൈറ്റ് ട്രെക്കിങ്ങിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാതെ തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ വരും. മറ്റൊന്നുമല്ല, കാടാണ്, എന്തും സംഭവിക്കാം. കാടിൻ്റെ ആ ഒരു സൗണ്ട് ഒന്ന് കേട്ട് നോക്കിക്കേ. സാധാ ഉറുമ്പിനേക്കാളും ഡേഞ്ചർ അല്ലേ? സാധാരണ ഉറുമ്പിനേക്കാളും ഡേഞ്ചർ അല്ലേ? പറക്കുമല്ലേ? മരത്തിനല്ലേ ഇരിക്കുന്നത്? നമ്മൾ ട്രെക്ക് ചെയ്യുന്ന അതിൻ്റെ വഴിക്ക് തന്നെ വേറെ ഡ്യൂട്ടി പോസ്റ്റുകളുണ്ട് കേട്ടോ. അവിടെ അവർ തീയൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. മെയിനായിട്ട് തണുപ്പ് അകറ്റാനും അതുപോലെ തന്നെ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമായിട്ടാണ് കേട്ടോ ഈ തീ ഇടുന്നത്. അങ്ങനെ നമ്മുടെ ഈ ട്രെക്കിംഗ് പ്രോഗ്രാമും ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് തന്നെ നമ്മുടെ കൂട്ടത്തിൽ വന്ന് ലിവർപൂളുകാരായി ഇവർ അടക്കം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പെരിയാർ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള മെയിനായിട്ട് 3 പ്രോഗ്രാമാണ് ഞാൻ സെലക്ട് ചെയ്ത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പെരിയാർ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള ഒരുപാട് പ്രോഗ്രാം
പ്രോഗ്രാമുകളുണ്ട്. അതെല്ലാം ബുക്ക് ചെയ്യാനായിട്ട് പെരിയാർ ടൈഗർ റിസർവ് .org എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതുപോലെ അവൈലബിലിറ്റി ഒക്കെ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ തന്നെയുണ്ട്. കാടിനെ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവരും എല്ലാം തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് പെരിയാർ ടൈഗർ റിസർവ്.